ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. 63-ാം ദിവസം, അവിശ്വാസത്തിനുള്ള പ്രതിഫലം. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 95 എന്നിവ വായിക്കുന്നു. കാനാൻ ദേശത്തെക്കുറിച്ചുള്ള തെറ്റായ വാർത്ത വിശ്വസിച്ച് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ഒരുങ്ങിയ ജനത്തിൻ്റെ വിശ്വാസത്തെ തട്ടിയുണർത്താൻ ജോഷുവയും കാലബും ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുന്നു. ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാതെ മലമുകളിലേക്ക് കയറിയ ഇസ്രായേൽ ജനത്തെ അമലേക്യർ ഓടിക്കുന്നു. അവിശ്വാസത്തിൻ്റെ വാക്കുകളെ സമ്പൂർണ്ണമായി ഒഴിവാക്കി വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ ശ്രദ്ധിക്കുക എന്ന വിചിന്തനം തിരുവചനം നമുക്ക് നൽകുന്നു. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം. ജനം പരാതിപ്പെടുന്നു. സമൂഹം മുഴുവൻ അലറി വിളിച്ചു. ആ രാത്രി ജനം കരഞ്ഞു. ഇസ്രായേല്യർ മുഴുവൻ മോശയ്ക്കെതിരെയും അഹ്റോനെതിരെയും പിറുപിറുത്തു. സമൂഹമൊന്നാകെ അവരോട് പറഞ്ഞു, ഈജിപ്ത് നാട്ടിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, അഥവാ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചെങ്കിൽ, വാളിനിരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നതെന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കൊള്ള മുതലായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ ഞങ്ങൾക്ക് നല്ലത്. അവർ പരസ്പരം പറഞ്ഞു, നമുക്കൊരു തലവനെ നിയമിച്ച് ഈജിപ്തിലേക്ക് തിരികെ പോകാം. അപ്പോൾ മോശയും അഹ്റോനും ഇസ്രായേലിലെ സമൂഹത്തിൻ്റെ കൂട്ടം മുഴുവനും മുമ്പാകെ മുഖം മുട്ടെ വീണു. ദേശം ഉറ്റുനോക്കിയവരിൽപ്പെട്ട നൂനിൻ്റെ മകൻ ജോഷുവയും യഫുന്നയുടെ മകൻ കാലബും തങ്ങളുടെ വസ്ത്രങ്ങൾ കീറി. അവർ ഇസ്രായേലിലെ സമൂഹത്തോടൊന്നാകെ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ ഉറ്റുനോക്കാനായി കടന്നുപോയ ആ ദേശം വളരെ വളരെ നല്ലതാണ്. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ ആ നാട്ടിലേക്ക് കൊണ്ടുപോകും. അത് നമുക്ക് തരികയും ചെയ്യും. തേനും പാലും ഒഴുകുന്ന ദേശമാണത്. നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുതെന്ന് മാത്രം. ആ ദേശത്തെ ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടുകയും അരുത്. എന്തെന്നാൽ അവർ നമ്മുടെ ഭക്ഷണമാണ്. അവരുടെ സുരക്ഷ അവരുടെ മേൽ നിന്ന് അകന്നു മാറിയിരിക്കുന്നു. എന്നാൽ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ടതില്ല. സമൂഹമാകട്ടെ ഒന്നടങ്കം അവരെ കല്ലെറിയാൻ ആക്രോശിച്ചു. അപ്പോൾ സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ മഹത്വം ഇസ്രായേല്യർക്ക് മുഴുവൻ പ്രത്യക്ഷമായി. മോശയുടെ മധ്യസ്ഥം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈ ജനം എത്ര നാൾ എന്നെ നിരാകരിക്കും? അതിൻ്റെ മധ്യേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങളെല്ലാം ഉണ്ടായിട്ടും എത്ര നാൾ എന്നെ അവർ അവിശ്വസിക്കും? ഞാൻ മഹാമാരി കൊണ്ട് പ്രഹരിച്ച് അതിനെ അവകാശരഹിതമാക്കും. എന്നാൽ നിന്നെ ഞാൻ അതിനേക്കാൾ വലുതും ശക്തവുമായ ഒരു ജനതയാക്കി തീർക്കും. അപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു, ഈജിപ്തുകാർ കേൾക്കുകയും, എന്തെന്നാൽ അതിൻ്റെ മധ്യേ നിന്നാണല്ലോ ഈ ജനത്തെ അങ്ങയുടെ ശക്തിയാൽ അങ്ങ് ഉദ്ധരിച്ചത്. തദ്ദേശവാസിയോട് അവർ പറയുകയും ചെയ്യും, കർത്താവെ, അങ്ങ് കണ്ണോട് കണ്ണ് ദൃശ്യനാകുന്ന ഈ ജനത്തിൻ്റെ മധ്യേ കർത്താവായ അങ്ങുണ്ടെന്നും അങ്ങയുടെ മേഘം അവരുടെ മുകളിൽ നിൽക്കുന്നെന്നും അങ്ങ് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവരുടെ മുമ്പേ നടക്കുന്നുവെന്നും അവർ കേട്ടിട്ടുണ്ട്. അതിനാൽ ഒരൊറ്റയാളെ എന്നതുപോലെ അങ്ങ് ഈ ജനത്തെ സംഹരിച്ചു കളഞ്ഞാൽ അങ്ങയുടെ ഖ്യാതി കേട്ടിട്ടുള്ള ജനതകൾ പറയും, ഈ ജനത്തോട് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കാൻ കർത്താവിന് കഴിയാത്തതുകൊണ്ട് മരുഭൂമിയിൽ വെച്ച് അവിടുന്ന് അവരെ കൊന്നുകളഞ്ഞു. ഇപ്പോൾ നാഥൻ്റെ ശക്തി വർദ്ധമാനമാകട്ടെ. അങ്ങ് ഇപ്രകാരം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, കർത്താവ് കോപവിമുഖനും കാരുണ്യത്തിൽ സമ്പന്നനും
കുറ്റവും അതിക്രമവും ക്ഷമിക്കുന്നവൻ, എന്നാൽ തീർത്തും കുറ്റമുക്തമാക്കാതെ പിതാക്കന്മാരുടെ കുറ്റം മക്കളുടെ മേലും 3-ാം തലമുറയുടെ മേലും 4-ാം തലമുറയുടെ മേലും ചുമത്തുന്നവൻ. ഈജിപ്ത് മുതൽ ഇവിടം വരെ ഈ ജനത്തോട് അങ്ങ് ക്ഷമിച്ചതുപോലെ അങ്ങയുടെ കാരുണ്യാതിരേകത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് യോജിച്ച വിധം ഇപ്പോഴും ഈ ജനത്തിൻ്റെ അപരാധം പുറത്താലും. അപ്പോൾ കർത്താവ് അരുൾ ചെയ്തു, നിന്റെ വാക്കനുസരിച്ച് ഞാൻ പുറത്തിരിക്കുന്നു. ജീവിക്കുന്ന ഞാനാണ്, കർത്തൃമഹത്വം ഭൂമി മുഴുവൻ നിറയും. എൻ്റെ മഹത്വവും ഈജിപ്തിലും മരുഭൂമിയിലും ഞാൻ ചെയ്ത എൻ്റെ അടയാളങ്ങളും കണ്ട എല്ലാ ആളുകളും ഈ 10 പ്രാവശ്യവും എന്നെ പരീക്ഷിക്കുകയും എൻ്റെ സ്വരം അനുസരിക്കാതിരിക്കുകയും ചെയ്തതിനാൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം അവർ ഒരിക്കലും കാണുകയില്ല. എന്നെ നിന്ദിക്കുന്നവരാരും അത് കാണുകയില്ല. എന്നാൽ എൻ്റെ ദാസനായ കാലബിനോട് കൂടെ വ്യത്യസ്തമായ ചൈതന്യമുള്ളതിനാലും അവൻ എന്നെ പൂർണ്ണമായി അനുഗമിച്ചതിനാലും അവൻ പോയ ദേശത്തേക്ക് ഞാൻ അവനെ കൊണ്ടു ചെല്ലും. അവൻ്റെ സന്തതി അത് കൈവശമാക്കും. താഴ്വരയിൽ അമലേക്കരും കാനോന്യരും പാർക്കുന്നതുകൊണ്ട് നാളെ നിങ്ങൾ ചെങ്കടലിൻ്റെ വഴിയിലൂടെ മരുഭൂമി ലക്ഷ്യമാക്കി നീങ്ങുവൻ. കർത്താവ് മോശയോടും അഹ്റോനോടും ഇപ്രകാരം വചിച്ചു, എനിക്കെതിരെ പിറുപിറുക്കുന്ന ഈ ദുഷ്ടസമൂഹത്തിന് ഇനി എത്ര നാൾ? എനിക്കെതിരെ ഇസ്രായേല്യർ ഉരുവിടുന്ന മുറുമുറുപ്പുകൾ ഞാൻ കേട്ടിരിക്കുന്നു. അവരോട് നീ പറയുക, ജീവിക്കുന്ന ഞാനാണ് കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ കേൾക്കെ നിങ്ങൾ സംസാരിച്ചതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ചെയ്യും. നിങ്ങളുടെ കണക്കും മുഴുവനും അനുസരിച്ച് എണ്ണപ്പെട്ട 20 വയസ്സുള്ളവൻ തൊട്ട് മുകളിലേക്ക് എനിക്കെതിരായി പിറുപിറുത്ത നിങ്ങളെല്ലാവരുടെയും ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളെ പാർപ്പിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശത്ത് നിങ്ങൾ യെഫുന്നയുടെ മകൻ കാലെബും നൂനിൻ്റെ മകൻ ജോഷുവയും ഒഴികെ പ്രവേശിക്കുകയില്ല. എന്നാൽ കൊള്ള മുതലായി തീരുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കും. നിങ്ങൾ തിരസ്കരിച്ച ആ ദേശം അവർ അനുഭവിക്കും. എന്നാൽ നിങ്ങൾ തന്നെ ശവങ്ങളായി ഈ മരുഭൂമിയിൽ വീഴും. മരുഭൂമിയിൽ നിങ്ങളുടെ ശവങ്ങൾ വീണു തീരുന്നതുവരെ നിങ്ങളുടെ അവിശ്വസ്തതകൾ വഹിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾ 40 വർഷം മരുഭൂമിയിൽ ഇടയന്മാരായിരിക്കും. നിങ്ങൾ ദേശം ഉറ്റുനോക്കിയ ദിനങ്ങളുടെ എണ്ണമനുസരിച്ചുള്ള 40 ദിവസങ്ങൾക്ക് ഓരോ ദിവസത്തിനും ഓരോ വർഷമെന്ന കണക്കിൽ 40 വർഷത്തേക്ക് നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങൾ ചുമക്കണം. എൻ്റെ എതിർപ്പ് അങ്ങനെ നിങ്ങളറിയും. കർത്താവായ ഞാനാണ് പ്രസ്താവിക്കുന്നത്. എനിക്കെതിരെ ഒത്തുചേർന്ന ഈ ദുഷ്ടസമൂഹത്തോട് മുഴുവൻ ഞാൻ ഇതുതന്നെ ചെയ്യും. ഈ ഭൂമിയിൽ അവർ ഒടുങ്ങും, ഇവിടെ അവർ മരിക്കും. ദേശം ഉറ്റുനോക്കാൻ മോശ അയക്കുകയും മടങ്ങിവന്ന് ദേശത്തെക്കുറിച്ച് അപവാദം പ്രചരിപ്പിച്ച് അവനെതിരെ സമൂഹം മുഴുവൻ പിറുപിറുക്കാൻ ഇടയാക്കുകയും ചെയ്ത മനുഷ്യർ, ദേശത്തെ സംബന്ധിച്ച് തികഞ്ഞ അപവാദം പ്രചരിപ്പിച്ച മനുഷ്യർ തന്നെ മഹാമാരിയാൽ കർത്താവിൻ്റെ മുമ്പിൽ മരിച്ചു വീണു. എന്നാൽ നാട് ഉറ്റുനോക്കാൻ പോയ ആ ആളുകളിൽ നൂനിൻ്റെ മകൻ ജോഷുവയും യെഫുന്നയുടെ മകൻ കാലെബും ജീവിച്ചു. മോശ ഇക്കാര്യങ്ങൾ എല്ലാ ഇസ്രായേല്യരോടും സംസാരിച്ചു. ജനം ഏറെ വിലപിച്ചു. അതിരാവിലെ എഴുന്നേറ്റ് അവർ, ഇതാ ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ പാപം ചെയ്തു, എങ്കിലും കർത്താവ് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ കയറുകയാണ് എന്ന് പറഞ്ഞ് മലമുകളിലേക്ക് കയറി. അപ്പോൾ മോശ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ കർത്താവിൻ്റെ നിർദ്ദേശം ലംഘിക്കുന്നത്? അത് വിജയിക്കുകയില്ല. നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ തോൽക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ കയറരുത്. എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ ഇടയിലില്ല. അമലേക്കരും കാനാന്യരും അവിടെ നിങ്ങൾക്ക് മുമ്പിലുള്ളതിനാൽ നിങ്ങൾ വാളാൽ നിബദിക്കും. കർത്താവിൻ്റെ പിന്നിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു പോയതിനാൽ കർത്താവ് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുകയില്ല. കർത്താവിൻ്റെ വാഗ്ദാന പേടകവും മോശയും പാളയമധ്യേ നിന്ന് പുറപ്പെടാതിരുന്നിട്ടും അവർ മലമുകളിലേക്ക് കയറാൻ ഔദത്യം കാട്ടി. അപ്പോൾ ആ മലയിൽ പാർത്തിരുന്ന അമലേക്കരും കാനാന്യരും ഇറങ്ങി വന്ന് അവരെ ആക്രമിക്കുകയും ഹോർമ വരെ തോൽപ്പിച്ചോടിക്കുകയും ചെയ്തു. നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം. ആരാധനാസ്ഥലം. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശപ്പെടുത്താനായി നൽകുന്ന ദേശത്ത് ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും നിങ്ങൾ അനുവർത്തിക്കാൻ ശ്രദ്ധിക്കേണ്ട ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും ഇവയാണ്. നിങ്ങൾ ഒഴിപ്പിക്കുന്ന ജനതകൾ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുന്നിടത്തെ എല്ലാ സ്ഥലങ്ങളും, ഉയർന്ന മലകളിലാകട്ടെ കുന്നുകളിലാകട്ടെ ഏത് പച്ച മരച്ചുവട്ടിലുമാകട്ടെ നിങ്ങൾ നിശേഷം നശിപ്പിക്കണം. അവരുടെ ബലിപീഠങ്ങൾ മറിച്ചിടണം, സ്തംഭങ്ങൾ തകർക്കണം, അവരുടെ അക്ഷോരകളെ തീയിൽ ചുട്ടിരിക്കണം. അവരുടെ
വിഗ്രഹങ്ങൾ വെട്ടിവീഴ്ത്തണം. ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾ അവരുടെ നാമം ഇല്ലായ്മ ചെയ്യണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനായി നിങ്ങൾ അപ്രകാരം ചെയ്യരുത്. നേരെ മറിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാനുള്ള ഇടമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നീ വന്ന് അവിടെ നിങ്ങൾ അവിടത്തേക്ക് വാസസ്ഥാനം അന്വേഷിക്കണം. അവിടത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ഹോമയാഗങ്ങൾ, ബലികൾ, ദശാംശങ്ങൾ, കൈക്കാണിക്ക, നേർച്ചകൾ, സ്വാഭിഷ്ട കാഴ്ചകൾ എന്നിവയും ആടുമാടുകളുടെയും കടിഞ്ഞൂലുകളും കൊണ്ടുവരണം. അവിടെ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും സന്തോഷിക്കുകയും വേണം. നിങ്ങളുടെ കരത്തിൻ്റെ ഓരോ യത്നത്തിലും നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണല്ലോ. ഇന്ന് നമ്മളെല്ലാം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പോലെ അവനവൻ്റെ ദൃഷ്ടിയിൽ ശരിയായതെല്ലാം നിങ്ങൾ ഓരോരുത്തരും ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന വിശ്രമത്തിലേക്കും അവകാശത്തിലേക്കും ഇതുവരെ നിങ്ങൾ പ്രവേശിച്ചിട്ടില്ല. നിങ്ങൾ ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ അവകാശികളാക്കുന്ന ദേശത്ത് വാസമുറപ്പിക്കും. ചുറ്റുമുള്ള നിങ്ങളുടെ ശത്രുക്കളിൽ നിന്നെല്ലാം അവിടുന്ന് നിങ്ങൾക്ക് സ്വസ്ഥത തരും. നിങ്ങൾ സുരക്ഷിതരായി താമസിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം വസിക്കാനായി തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം അവിടെ ഉണ്ടായിരിക്കും. അവിടേക്ക് ഞാൻ നിങ്ങളെ അനുശാസിക്കുന്നവയെല്ലാം നിങ്ങൾ ഹോമയാഗങ്ങളും ബലികളും ദശാംശങ്ങളും കൈക്കാണിക്കയും നേർച്ചകളും നിങ്ങൾ കർത്താവിന് നേരുന്ന എല്ലാ ഉത്തമ വഴിപാടുകളും കൊണ്ടുവരണം. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളും നിങ്ങളുടെ പുത്രീപുത്രന്മാരും ദാസീദാസന്മാരും സന്തോഷിക്കണം. ഒപ്പം നിങ്ങളുടെ കവാടങ്ങൾക്കുള്ളിലുള്ള ലേവായനും. നിങ്ങളോടുകൂടെ അവന് ഓഹരിയും അവകാശവുമില്ലല്ലോ. കാണുന്നിടത്തൊക്കെ നീ നിൻ്റെ ഹോമയാഗങ്ങൾ അർപ്പിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നേരെ മറിച്ച് നിൻ്റെ ഗോത്രങ്ങളിലൊന്നിൽ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലത്താണ് നീ നിൻ്റെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടത്. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതെല്ലാം നീ അവിടെ അനുഷ്ഠിക്കുകയും വേണം. നിൻ്റെ കവാടങ്ങളിലെല്ലാം നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയിരിക്കുന്ന അവിടുത്തെ അനുഗ്രഹത്തിനനുസരിച്ച് നിൻ്റെ എല്ലാ ആത്മാഭിലാഷത്തിനുമൊത്ത് മൃഗത്തെ കൊന്ന് മാംസം ഭക്ഷിച്ചു കൊള്ളുക. മലിനവും ശുദ്ധിയുള്ളവനും അത് കലമാനെ എന്ന പോലെയും പുള്ളിമാനെ എന്ന പോലെയും ഭക്ഷിക്കാം. നിങ്ങൾ രക്തം ഭക്ഷിക്കരുതെന്ന് മാത്രം. അത് നീ വെള്ളം പോലെ നിലത്ത് ഒഴിച്ചു കളയണം. നിൻ്റെ ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശമോ ആടുമാടുകളുടെ കടിഞ്ഞൂലുകളോ നീ നേരുന്ന നേർച്ചകളിൽ എന്തെങ്കിലുമോ സ്വാഭിഷ്ട കാഴ്ചകൾ, കൈക്കാണിക്ക എന്നിവയോ നിൻ്റെ കവാടങ്ങൾക്കുള്ളിൽ വെച്ച് നിനക്ക് ഭക്ഷിക്കാനാവില്ല. പ്രത്യുത നിൻ്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് നീയും നിൻ്റെ പുത്രീപുത്രന്മാരും ദാസീദാസന്മാരും നിൻ്റെ കവാടങ്ങൾക്കുള്ളിലുള്ള ലേവായനും അത് ഭക്ഷിക്കട്ടെ. സ്വന്തം കരത്തിൻ്റെ അധ്വാനത്തെപ്പറ്റി നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിനക്ക് സന്തോഷിക്കാം. നിൻ്റെ ഭൗമിക കാലമത്രയും ലേവായനെ അവഗണിക്കാതിരിക്കാൻ നീ സൂക്ഷിച്ചു കൊള്ളുക. നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് വാഗ്ദാനം ചെയ്തതനുസരിച്ച് നിൻ്റെ അതിർത്തി വിസ്തൃതമാക്കുമ്പോൾ നീ മാംസം തിന്നാൻ കൊതിക്കുന്നതിനാൽ ഞാൻ മാംസം കഴിക്കട്ടെ എന്ന് നീ പറയും. നിൻ്റെ ആത്മാഭിലാഷത്തിനൊത്ത് നീ മാംസം ഭക്ഷിക്കും. നിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കുന്നിടമായി തിരഞ്ഞെടുക്കുന്ന സ്ഥലം നിന്നിൽ നിന്ന് വിദൂരത്താണെങ്കിൽ കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന നിൻ്റെ ആടുമാടുകളെ കൊന്ന് നിൻ്റെ കവാടങ്ങൾക്കുള്ളിൽ വെച്ച് തന്നെ നിൻ്റെ ആത്മാഭിലാഷത്തിനൊത്ത് ഞാൻ നിന്നെ അനുശാസിച്ചിട്ടുള്ളതുപോലെ നിനക്ക് ഭക്ഷിക്കാം. കലമാനും പുള്ളിമാനും ഭക്ഷിക്കപ്പെടുന്നത് എങ്ങനെയോ അങ്ങനെ അത് നിനക്ക് തീർച്ചയായും ഭക്ഷിക്കാം. ശുദ്ധിയുള്ളവനും മലിനനും ഒരുമിച്ച് അത് ഭക്ഷിക്കാം. ഏതായാലും രക്തം ഭക്ഷിക്കാതിരിക്കാൻ നിഷ്കർഷയുള്ളവനായിരിക്കുക. കാരണം രക്തമാണ് ജീവൻ. നീ മാംസത്തോടൊപ്പം ജീവൻ ഭക്ഷിക്കരുത്. നീ അത് ഭക്ഷിക്കരുത്. അത് ജലം പോലെ നിലത്തൊഴിച്ച് കളയണം. നീ അത് ഭക്ഷിക്കാതിരിക്കുന്നത് നിനക്കും നിനക്ക് ശേഷം നിൻ്റെ മക്കൾക്കും നന്മയുണ്ടാകാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായതാണല്ലോ നീ പ്രവർത്തിക്കേണ്ടത്. നിനക്കുള്ള വിശുദ്ധ വസ്തുക്കളും നേർച്ചകളും ചുമന്ന് കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നീ ചെല്ലേണ്ടതുമുണ്ട്. നിൻ്റെ ഹോമയാഗങ്ങളായ മാംസവും രക്തവും അവിടെ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിന്മേൽ നീ സമർപ്പിക്കണം. എന്നാൽ നിൻ്റെ ബലികളുടെ രക്തം നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തോട് ചേർത്ത് ഒഴിക്കപ്പെടണം. മാംസമാകട്ടെ നിനക്ക് ഭക്ഷിക്കാം. നിനക്കും നിനക്ക് ശേഷം നിൻ്റെ മക്കൾക്കും എന്നേക്കും
നന്മയുണ്ടാകാൻ വേണ്ടി ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ നല്ലതും ശരിയായതുമാണല്ലോ നീ പ്രവർത്തിക്കേണ്ടത്. പതിയിരിക്കുന്ന കെണി. നീ ഒഴിപ്പിക്കാനായി പോകുന്നിടത്തെ ജനതകളെ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ മുമ്പിൽ നിന്ന് വിച്ഛേദിക്കുമ്പോൾ നീ അവരെ നിഷ്കാസനം ചെയ്ത് അവരുടെ ദേശത്ത് വസിക്കണം. അവർ നിന്റെ മുമ്പിൽ നിന്ന് നശിപ്പിക്കപ്പെട്ട ശേഷം അവർക്ക് പിന്നാലെ കെണിയിലകപ്പെടാതിരിക്കാനും എപ്രകാരം ഈ ജനതകൾ തങ്ങളുടെ ദേവന്മാരെ സേവിച്ചു അപ്രകാരം ഞാനും ചെയ്യും എന്ന് ആത്മകഥം ചെയ്ത് അവരുടെ ദേവന്മാരോട് ആരായാതിരിക്കാനും നീ സൂക്ഷിച്ചുകൊള്ളുക. നിന്റെ ദൈവമായ കർത്താവിനോട് നീ അപ്രകാരമല്ല ചെയ്യേണ്ടത്. എന്തെന്നാൽ അവിടുന്ന് വെറുക്കുന്ന സകല കർത്തൃനിന്ദയുമാണ് അവർ തങ്ങളുടെ ദേവന്മാർക്ക് വേണ്ടി ചെയ്യുന്നത്. അതെ, അവർ തങ്ങളുടെ ദേവന്മാർക്ക് വേണ്ടി തങ്ങളുടെ പുത്രീപുത്രന്മാരെ പോലും അഗ്നിയിൽ ദഹിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 95. ആരാധനയും അനുസരണവും. വരുവിൻ, നമുക്ക് കർത്താവിന് ആരവമുതിർക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പ് വിളിക്കാം. കൃതജ്ഞതയോടെ തിരുമുമ്പിൽ നമുക്ക് സന്നിഹിതരാകാം, സങ്കീർത്തനങ്ങളാൽ അവിടത്തേക്ക് ആർപ്പ് വിളിക്കാം. എന്തെന്നാൽ കർത്താവ് മഹാതമ്പുരാനാണ്, സകല ദേവന്മാരുടെയും മേൽ മഹാരാജാവുമാണ്. ഭൂമിയുടെ അഗാധതലങ്ങൾ സ്വന്തം കയ്യിലുള്ളവൻ, പർവ്വത ശൃംഗങ്ങൾ സ്വന്തമായുള്ളവൻ, സമുദ്രം സ്വന്തമായുള്ളവൻ. അവിടുന്നാണ് അതുണ്ടാക്കിയത്, കരമനഞ്ഞതും തൃക്കൈകളാണ്. വരുവിൻ, നമുക്ക് ആരാധിച്ച് കുമ്പിടാം, നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം, അവിടുന്ന് പോറ്റുന്ന ജനമാണ് നാം, അവിടുത്തെ കയ്യിലെ അജഗണവും. ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ മെരിബ പോലെ മരുഭൂമിയിൽ മാസായിലെ ദിനം പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിമർശിച്ചു, എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. 40 സംവത്സരം ഒരു തലമുറയോട് എനിക്ക് മടുപ്പ് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹൃദയം പിഴച്ച ജനമാണിവർ, എൻ്റെ വഴികൾ അവർ അറിയുന്നില്ല. അതുകൊണ്ട് എൻ്റെ കോപത്തിൽ ഞാൻ ശബ്ദം ചെയ്തു, എൻ്റെ സ്വസ്ഥതയിലേക്ക് അവർ പ്രവേശിക്കുകയില്ല.